നടുവേദന വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? അതിൽ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവരായി ആരുമില്ല. കാരണം നടുവേദനയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജോലിയിൽ നിന്നും അകറ്റി നിർത്തുന്ന രോഗം എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്. നടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മെക്കാനിക്കൽ, പിന്നെ നോൺ മെക്കാനിക്കൽ അഥവാ പതോളജിക്കൽ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുക, നിൽക്കുക, കിടക്കുക. അപ്പോൾ നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നടുവിനെ നമ്മൾ നോക്കാതെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന നടുവേദന. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ IT ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ശരിയായ രീതിയിലല്ലാതെ നമ്മൾ ഒരു ഭാരം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ പറയാറുണ്ട് നടുവെട്ടി, നടുമിന്നി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നടുവേദന. അല്ലാതെ വരുന്ന നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് തൊട്ട് ക്യാൻസർ വരെയുള്ള കാരണങ്ങൾ നടുവേദനയ്ക്ക് കാരണമാവാം. അപ്പോൾ നടുവേദന നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് വരുന്നത്, ഉദാഹരണത്തിന് വയറിൻ്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നം, പ്രത്യേകിച്ച് സ്റ്റോൺ കല്ലുണ്ടെങ്കിൽ, യൂട്രസിൻ്റെ പ്രോബ്ലം, കിഡ്നിയുടെ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ മറ്റ് ഓർഗൻസിൽ നിന്നും വരുന്ന നടുവേദന ഒരു പ്രധാന കാരണം. പിന്നെ ഇൻഫെക്ഷൻസ്, ഉദാഹരണത്തിന് ഏറ്റവും കോമൺ ആയിട്ട് ഇന്ത്യയിൽ ട്യൂബർക്കുലോസിസ്, പോട്ട് സ്പൈൻ എന്ന് പറയും, അത് നടുവേദനയുടെ ഒരു കാരണമാണ്. അതുപോലെ കുറച്ച് പ്രായമാവുന്ന ആൾക്കാരിലുണ്ടാകുന്ന ക്യാൻസർ, അത് പ്രൈമറി ക്യാൻസർ, ബോണിൻ്റെ തന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻസർ കൊണ്ടുണ്ടാവാം. അതേപോലെ തന്നെ സെക്കൻഡറീസ്, പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ് തുടങ്ങിയ അവയവങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും കൊണ്ടും നടുവേദന ഉണ്ടാവാം. നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിസ്ക് പ്രോബ്ലം കൊണ്ടുള്ള നടുവേദനയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഡിസ്ക് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് 33 കശേരുക്കളാണ് നമുക്കുള്ളത്. അതിലെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള 7, പിന്നെ ലംബാർ റീജിയനിലുള്ള 5. ഇതിന് നമുക്കൊരു സപ്പോർട്ടില്ല, കാരണം മറ്റുള്ള ഏരിയയിലെല്ലാം നമുക്ക് റിബിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ 2 ഏരിയയിലുള്ള ഡിസ്ക്കാണ് എപ്പോഴും നമുക്ക് പ്രൊലാപ്സ് ആവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ഈ പ്രൊലാപ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ MRI അല്ലെങ്കിൽ ഫൈൻഡിങ് ഒക്കെ ആയിട്ട് വരുമ്പോൾ എന്താണ് ഈ പ്രൊലാപ്സ്, എന്താണ് ബൾജ്? നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ ഉത്സവകാലത്തൊക്കെ കാണുന്ന പോലത്തെ ചെറിയ പപ്പട ബലൂൺ, ആ ബലൂൺ നമ്മുടെ കൈയുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഞെക്കുമ്പോൾ അതിങ്ങനെ ബൾജ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയും ഡിസ്ക് ബൾജ് ആണെന്ന് പറയും. പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഡിസ്കിനകത്തുള്ള സോഫ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് ഊസൗട്ട് ചെയ്ത് വന്ന് താഴത്തെ ഈ ഞരമ്പിന്, ഇത് അതിൻ്റെ ഒരു പ്രൊലാപ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ ഡിസ്കിനകത്തുള്ള മെറ്റീരിയൽ നമ്മൾ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്നാണ് പറയുക. പുറമേ ഉള്ള കട്ടിയുള്ള ആവരണത്തിന് അനുലസ് ഫൈബ്രോസിസ് എന്ന് പറയാം. അപ്പോൾ ഈ അനുലസ് ഫൈബ്രോസിസിൻ്റെ നാരുകൾക്കിടയിലൂടെ ഈ ഡിസ്ക് മെറ്റീരിയൽ പുറത്ത് വന്ന് താഴോട്ടുള്ള ഞരമ്പിനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നടുവേദന, ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ട് വരുന്നത്. പക്ഷേ ഡിസ്ക് പ്രൊലാപ്സ് നമ്മൾ അനേകം ആൾക്കാരിലും നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് വെറുതെ പോകുന്ന ആൾക്കാരുടെ പോലെ മറയെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ കാരണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വെർട്ടിബ്രയും ഈ മുകളിലും താഴെയായിട്ട് നമുക്ക് 4 ജോയിൻറ്റ്സ് ഉണ്ട്. മുകളിൽ 2 ജോയിൻറ്റ്, താഴെ 2 ജോയിൻറ്റ്. അപ്പോൾ ഈ ജോയിൻറ്റുകൾ തമ്മിൽ കയറി കിടക്കും. ഇതിന് ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറയും. ഈ ഫേസറ്റ് ജോയിൻറ്റിനെ കൂടാതെ ഇതിനെ ചുറ്റും കവർ ചെയ്യുന്ന പേശീതന്തുക്കൾ, പേശികളല്ല, പേശികൾ മസിൽ, പേശീതന്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെൻറ്റ്സ്. അപ്പോൾ ഈ ലിഗമെൻറ്റ്സിൻ്റെ ബലക്കുറവ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലിഗമെൻറ്റ്സ് നമുക്കെപ്പോഴും പെയിൻ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഏറ്റവും അവസാനത്തെ സേക്രം എന്ന് പറയുന്ന വെർട്ടിബ്രയുടെ പോർഷൻ വന്ന് ഈ പെൽവിസിനോട് ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം, അതാണ് സേക്രോയിലിയാക് റീജിയൻ. ആ സേക്രോയിലിയാക് റീജിയനിലെ ലിഗമെൻ്റാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിഗമെൻറ്റ്. ഈ ലിഗമെൻറ്റിന് ഒരു ഉളുക്ക് വീണാലോ, അല്ലെങ്കിൽ ഈ ലിഗമെൻറ്റിന് നീര് വെച്ചാലോ, അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് പോലത്തെ കാര്യങ്ങൾ കൊണ്ട് ഇൻഫെക്ഷൻ വന്നാലോ നമുക്ക് നടുവേദന വരാം. അപ്പോൾ ഈ ഒരു വളരെ നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും ഈ നടുവേദനയുടെ കാരണം എന്താണെന്നുള്ളത്. ഇനി ഈ നടുവേദന നമുക്ക് രാത്രിയിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതോ, നമുക്ക് മൂത്രതടസ്സം ഉണ്ടാവുകയോ,
അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ നമുക്ക് നടക്കാനായിട്ട് ബലക്കുറവ് ഉണ്ടാവുകയോ ചെയ്താൽ അതിന് റെഡ് ഫ്ലാഗ്സ് എന്ന് നമ്മൾ പറയും. കാരണം അങ്ങനെയുള്ള നടുവേദന തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു എക്സ്പേർട്ടിനെ കണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് കൃത്യമായ ഒരു ഡയഗ്നോസിസ് അതിന് വേണം. അതുകൊണ്ട് എല്ലാ നടുവേദനകളും ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടല്ല, അതൊരു തെറ്റായ ധാരണയാണ്. പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരുമെന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മളൊരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ ESR, CRP തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടുതലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പിന്നെ ഒരു പ്ലെയിൻ എക്സ്റേ, അത് വളരെ നിസ്സാരമായ ചിലവോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും നമുക്ക് ഏകദേശം എന്തൊക്കെ ആണ് ഇതിൻ്റെ കോസ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ കൃത്യതയോടുകൂടി നമ്മൾ ഏത് ഡിസ്കിനാണ് പ്രോബ്ലം, അല്ലെങ്കിൽ ഡിസ്ക് അല്ല അതിനകത്തൊരു ട്യൂമറുണ്ടോ, മാലിഗ്നൻസി ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ എന്നറിയുന്നതിന് MRI ആണ് നമ്മൾ നോക്കുക. നമ്മളൊരു മാലിഗ്നൻസി സംശയിക്കുകയാണെങ്കിൽ നമ്മളൊരു പെറ്റ് CT സ്കാൻ എടുക്കും. നമ്മളൊരു ഫ്രാക്ചറാണെന്ന് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതൊരു CT സ്കാനാണ് നമ്മൾ എടുക്കുക. അതേസമയത്ത് നമ്മളൊരു ഡിസ്ക് പ്രോബ്ലം, അത് ഡിസ്ക് പ്രൊലാപ്സ് ആണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ നമ്മളൊരു MRI ആണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ MRI കാണുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഏറ്റവും അവസാനത്തെ L5-S1 അല്ലെങ്കിൽ L4-L5 ഡിസ്ക് ആണ് നടുവിന്. കഴുത്തിനാണെങ്കിൽ C5-C6, C5-C7 ഡിസ്ക്കാണ് എപ്പോഴും പ്രൊലാപ്സ് ആയിട്ട് കാണാറുള്ളത്. ഡിസ്ക് പ്രൊലാപ്സിന് ഏതൊക്കെ ചികിത്സാ രീതികളാണ് ഡോക്ടർ? അതെ, അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഡിസ്ക് പ്രൊലാപ്സ്, എല്ലാ ഡിസ്ക് പ്രൊലാപ്സും ചികിത്സിക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള പേഷ്യൻസിൽ 95% ആൾക്കാർക്കും ഒരു വലിയ ചികിത്സ, അതായത് ഒരു സർജറിയുടെ ആവശ്യമില്ല. പോയിട്ട് ഒരു 5% അല്ലെങ്കിൽ 2% ആൾക്കാർക്ക് മാത്രമേ മേജർ സർജറിയുടെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള പേഷ്യൻസിനെ ചികിത്സിക്കാനായിട്ട് അനേകം നൂതന മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഈ നടുവേദന നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ തെറാപ്പി കൊണ്ടോ അല്ലെങ്കിൽ എക്സർസൈസ് കൊണ്ടോ ഒരു വേദനാ സംഹാരികൾ കൊണ്ടോ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതേസമയം നമുക്ക് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന, അതായത് ഈ ഡിസ്ക് മെറ്റീരിയൽ താഴോട്ടുള്ള 5-ാമത്തെയോ 4-ാമത്തെയോ നെർവിനെ പ്രസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മൾ കൃത്യതയോടുകൂടിയുള്ള ചികിത്സ വേണം. പണ്ടൊക്കെ നമ്മൾ ഫിസിക്കൽ തെറാപ്പിയിൽ ഒരു സാധാരണ ട്രാക്ഷൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ ട്രാക്ഷൻ ചെയ്യുമ്പം എല്ലാ ഡിസ്കിൻ്റെ പല ഡിസ്ക് എല്ലാം ഒരുമിച്ചാണ് വലിക്കപ്പെടുക. പക്ഷേ ഇപ്പോൾ ആധുനിക ടെക്നോളജിയിൽ നമുക്ക് ഏത് ഡിസ്കിനാണോ കുഴപ്പമുള്ളത് അത് മാത്രമായിട്ട് നമുക്ക് ഡീകംപ്രസ് ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി അഥവാ ഇൻ്റർവെർട്ടിബിൾ ഡിഫറൻഷ്യൽ ഡൈനാമിക് തെറാപ്പി, IDD തെറാപ്പി എന്നാണ് പറയുക. ഇത് മെഷീൻ കുറച്ച് എക്സ്പെൻസീവാണ്. അത് ഇന്ത്യയിൽ അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ പുറത്തുനിന്നാണ് അത് കൊണ്ടുവരിക. അപ്പോൾ അതിൽ നമുക്ക് സർജറി കൂടാതെ ഈ പേഷ്യൻറ്റിനെ അരമണിക്കൂറോ 45 മിനിറ്റോ എല്ലാ ദിവസവും നമ്മളൊരു നെഗറ്റീവ് പ്രഷർ കൃത്യതയോടുകൂടി 4-5 അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഡിസ്കിന് കൊടുത്ത് ഈ ഡിസ്കിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നമുക്കൊരിക്കലും നെഗറ്റീവ് പ്രഷർ നമുക്കുണ്ടാവില്ല. നമ്മൾ വെറുതെ കിടക്കുമ്പോൾ പോലും നമുക്കൊരു 0 പ്രഷറാണ്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് പോസിറ്റീവ് പ്രഷറാവും. അപ്പോൾ ഈ നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ഡിസ്ക് ആണെങ്കിൽ അത് തിരിച്ചു വരില്ല. കാരണം ഡിസ്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് സോളിഡിഫൈ ചെയ്ത് പോകും. അതേസമയത്ത് റീസെൻ്റ് ആയിട്ടുള്ള ഡിസ്ക് പ്രൊലാപ്സ് ആണ് എന്ന് വരികിൽ ഇത് ഡിസ്ക് അകത്തോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി അകത്തോട്ട് പോയില്ലെങ്കിലും ഇതിനകത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ജെല്ലി ലൈക്ക് മെറ്റീരിയലിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും നമ്മൾ ഇംബൈബ് ചെയ്യുക എന്ന് പറയും ചുറ്റുവട്ടത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡിസ്കിനൊരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈ താഴോട്ടുള്ള ഞരമ്പിൻ്റെ പിടുത്തം ഒന്ന് കുറയും. അതിൻ്റെ ഫലമായിട്ട് താഴോട്ടുള്ള വേദന കുറയും. ഇത് കൂടാതെ നമ്മൾ വേദന കുറയ്ക്കുന്നതിനായി പെയിൻ ഫൈബേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ആധുനികമായിട്ടുള്ള ടെൻസ്, IFT, റഷ്യൻ കറൻസ്, അങ്ങനെ പല വിധത്തിലുള്ള സങ്കേതങ്ങൾ, ഇലക്ട്രോ നീഡിലിംഗ്, ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ വേദനകൾ കുറയ്ക്കും. അപ്പോൾ ഈ വേദനകൾ കുറച്ച് ഈ പേഷ്യൻറ്റിൻ്റെ ഡിസ്കിനെ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് ഡൈനാമിക് തെറാപ്പി കൊണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യും. ചില പേഷ്യൻസിന് നമുക്ക് അലൈൻമെൻ്റ് ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ ഈ അലൈൻമെൻറ്റ് പോലും നമുക്ക് എക്സ്റ്റേണൽ ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി വഴി നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം മാത്രമല്ല, ആ ഡിസ്ക് അങ്ങനെ ഒരു പ്രൊലാപ്സ് ഉണ്ടാവാനുള്ള കാരണം ഈ ഡിസ്കിനെ പൊതിഞ്ഞ് നിൽക്കുന്ന ലിഗമെൻസിൻ്റെ ബലക്കുറവാണ്. അപ്പോൾ ഈ ലിഗമെൻസിൻ്റെ ബലക്കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് എക്സർസൈസ് കൊണ്ട് നമുക്ക് പറ്റില്ല. നമുക്ക് മസിൽസ് മാത്രമേ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലിഗമെൻറ്റിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനും ഇതിനെ റീജനറേറ്റ് ചെയ്യിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് റീജനറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്. റീജനറേഷൻ എന്ന് പറയുമ്പം അത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെക്സ്ട്രോസ് പ്രൊലോതെറാപ്പി ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ച് PRP ഇഞ്ചക്ഷൻസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ലിഗമെൻറ്റിന് ഈ ഫേസറ്റൽ ലിഗമെൻറ്റ്സ്, ഇൻ്റർസ്പൈനസ് ലിഗമെൻറ്റ്സ്, ഇൻട്രാസ്പൈനസ് ലിഗമെൻറ്റ്, അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ സേക്രോയിലിയാക് ജോയിൻറ്റ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിഗമെൻറ്റ്. പലപ്പോഴും ഈ വേദനയുടെ ഉത്ഭവം തന്നെ സേക്രോയിലിയാക് ലിഗമെൻറ്റാണ്. അപ്പോൾ ഈ സേക്രോയിലിയാക് ലിഗമെൻറ്റിന് ഈ പ്രൊളിഫറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഇനി ഡിസ്ക് പുറത്തു വരാനുള്ള സാധ്യതകൾ നമ്മൾ കുറയ്ക്കുകയും വേദനകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ശരിയായിട്ടും നമുക്കൊരു ഡിസ്ക് പ്രൊലാപ്സിൽ ഒരു നല്ല വിജയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ചെറിയൊരു ശതമാനം രോഗികൾക്ക് സർജറി വേണമെന്ന് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു 2% അല്ലെങ്കിൽ 5% രോഗികൾക്ക് മാത്രമേ സർജറിയുടെ ആവശ്യമുള്ളൂ. സർജറിക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടിയുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കാലിന് ഫുഡ് ഡ്രോപ്പ് വരിക, നടക്കുവാനുള്ള ബുദ്ധിമുട്ട് വരിക, മൂത്ര തടസ്സം ഉണ്ടാകുക, മലം പോകാനായിട്ട് തടസ്സം ഉണ്ടാകുക, അസഹനീയമായ വേദന കാരണം നമുക്ക് ഉറങ്ങാൻ സാധിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ MRI എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു ചെറിയ ഡിസ്ക് ആണെങ്കിൽ പോലും അത് ആ നെർവിനെ വല്ലാതെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മളുടെ പുതിയ ടെക്നോളജി വെച്ചിട്ട് അങ്ങനത്തെ കേസുകളിൽ പോലും രോഗിക്ക് സർജറി ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ സർജറിക്ക് കോൺട്രാഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വളരെ ഒബീസായിട്ടുള്ള പേഷ്യൻസ്, അതേപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, സർജറിയോട് ഭയമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഈ എക്സ്റ്റേണൽ ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സർജറി പല തരത്തിൽ നമ്മൾ അത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വളരെ ചെറിയ ഒരു ഇൻസിഷനിട്ട് ചെയ്യുന്ന സർജറിയാണ്. പക്ഷേ പലപ്പോഴും നീണ്ട സർജറി വേണ്ടി വരും, കാരണം 2-3 ഡിസ്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ സർജറി ചെയ്താലും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ, ചിലർക്ക് 1 വർഷത്തിനകത്ത് തന്നെയും, ചിലർക്ക് ഒരു സമീപ ഭാവിയിൽ തന്നെ വീണ്ടും ആ ഡിസ്കോ അതിന് മുകളിലുള്ള ഡിസ്കോ പ്രൊലാപ്സ് വന്ന് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർജറി അത്ര അത്യാവശ്യമാണ് എന്ന് വരികിൽ മാത്രമേ സർജറി ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നടുവേദന വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഡോക്ടർ വരുത്താൻ പറ്റുന്നത്? അത് ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്കൊക്കെ BMI, നമ്മുടെ എത്രയാണ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് വേണ്ടതെന്നുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ നമ്മൾ എക്സർസൈസ് ഒന്നും ചെയ്യില്ല, അമിതമായിട്ട് ആഹാരം കഴിച്ച് അമിതവണ്ണം ഉണ്ടാകും. അപ്പം നടുവേദനയുള്ള ആൾക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു റെഗുലർ പ്രോഗ്രാം ഓഫ് എക്സർസൈസ്, അത് എയറോബിക് എക്സർസൈസാണ് ഏറ്റവും ഉത്തമം. അതുകൂടാതെ നമ്മൾ ഒരു ഫിസിക്കൽ മെഡിസിൻ എക്സ്പേർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഗൈഡൻസിൽ കറക്റ്റായിട്ടുള്ള എക്സർസൈസസ് ചെയ്യുക. നമ്മൾ ഭാരം എടുക്കുന്ന ആൾക്കാരാണ് എന്ന് വരികിൽ അത് ഏത് രീതിക്കാണ് നമ്മൾ ആ ഭാരം എടുക്കുന്നതെന്ന് ഉള്ളത് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുകയും അമിതവണ്ണം കുറയുകയും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഒരു റെഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നടുവേദന ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. സർജറി കൂടാതെ നടുവേദന എങ്ങനെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ ശശികുമാർ സാർ പങ്കുവച്ചു. നന്ദി സാർ. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.